serenando, ma che me mata pa' che cinema company. Hello, welcome to Bobby and Maradona Gold and Diamond Jewelry Cinema Company Season 2. Cinema company. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ആക്ടർ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ഒരു ആക്ടറാണ്. ആക്ട് ചെയ്തിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് ഡാഡി കൂൾ എന്ന സിനിമയിലൂടെ നമുക്ക് വളരെ ഹാർട്ട് ത്രോബായി മാറിയ ഒരാളാണ്. പിന്നെ ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നുമില്ല. സോ സകല കലാ വല്ലഭനായിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഹി ഈസ് ഗോവിന്ദ് പത്മസൂര്യ. വെൽക്കം ടു ദി ഷോ. വെൽക്കം ടു സിനിമ കമ്പനി. എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ ഞാൻ കേട്ടല്ലേ അതല്ല? ഞാൻ കേട്ടു. അവിടുന്ന് ദൂരെ ഞാൻ കുറച്ചു നേരം കൂടി ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തു. പക്ഷെ അത്രേ ഉള്ളൂ മോനെ, എനിക്ക് അത്രേ പറ്റുള്ളൂ. പക്ഷെ നല്ലതല്ലേ, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? യു ആർ എൻ ആക്ടർ, യു ആർ എൻ ഓൾ റൗണ്ടർ. അഭിനയിച്ച് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നാണ്. അപ്പൊ എന്താണ് ഗോവിന്ദ് ഈ ഉദ്ദേശം? എന്താണ് എല്ലാ ഡാൻസ് ചെയ്യും, ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അല്ല, എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ സെൽഫ് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലം മുതലേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, പല കാര്യങ്ങളിൽ എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളത്. സകലകല വല്ലഭനാണോ എന്ന് എനിക്കറിയാം. നന്നായിട്ട് എഴുതുമെന്ന് എനിക്കറിയാം. Where did you study? ഞാൻ 10th വരെ പട്ടാമ്പി തന്നെയായിരുന്നു. പട്ടാമ്പിയാണ് എൻ്റെ ഹോം ടൗൺ. പട്ടാമ്പി MES-ലാണ് 10th വരെ പഠിച്ചത്. 11-12 ഞാൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിച്ചത്, ചിന്മയ ഇന്റർനാഷണൽ സ്കൂൾ. അവിടെ ഒരു കോസ്മോപൊളിറ്റൻ ക്രൗഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 17 കൺട്രീസിനും 19 സ്റ്റേറ്റ്സിനും പിള്ളേരുണ്ടായിരുന്നു. ഭയങ്കര ഒരു എക്സ്പോഷർ, ഒരു ടോട്ടൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പട്ടാമ്പി പോലൊരു ഉൾപ്രദേശത്ത് പഠിച്ച് വളർന്ന് 10ാം ക്ലാസ് വരെ അത്രമാത്രം എക്സ്പോഷർ ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ എനിക്കതൊരു ജമ്പായിരുന്നു. നല്ലൊരു പോസിറ്റീവായിട്ട് തന്നെ അത് പോസിറ്റീവ് ആയിരുന്നു. തുടക്കത്തിൽ കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുത്തു. പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻ വന്നത് പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തപ്പോഴാണ്. ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ ഡിഗ്രി സെന്റ് അലോഷ്യസ് കോളേജ് മാംഗ്ലൂരാണ്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ലാംഗ്വേജ് കുറച്ചുകൂടെ നന്നായിരുന്നു. ഇംഗ്ലീഷിലൊക്കെ കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി. പിന്നെ കുറച്ചുകൂടെ നമ്മൾ പ്രോ ആക്റ്റീവ് ആയിരുന്നു. കാരണം ഇന്റർനാഷണൽ സ്കൂളിലത്തെ ആളുകളായിട്ടാണ് ഇന്ററാക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് കോളേജ് സമയത്ത് ശരിക്കും ഷൈൻ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ MBA ചെയ്ത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി, ബോംബെ ഫിലിം സിറ്റിയിൽ സുഭാഷ് ഗാഡെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞങ്ങളുടെ ക്യാമ്പസ് ഉണ്ടായിരുന്നത്. MBA ഇൻ മീഡിയ എന്റർടൈൻമെന്റ് ഫിലിംസ് ആയിരുന്നു എൻ്റെ സ്പെഷ്യലൈസേഷൻ. ബിസിനസ് പെർസ്പെക്റ്റീവ് ഓഫ് സിനിമയായിരുന്നു ഞാൻ MBA ആയിട്ട് ചെയ്തത്. അങ്ങനെ പല മൾട്ടിപ്പിൾ. സോ യു ഹാഡ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് മീഡിയ. ആദ്യം തൊട്ടേ മീഡിയയിലായിരുന്നു ഫോക്കസ് അല്ലേ? കുട്ടിക്കാലം മുതലേ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ പെർഫോമർ എന്നുള്ള രീതിയിലായിരുന്നു. ഇന്ന സംഭവം എന്നുണ്ടായിരുന്നില്ല. ഒരു എന്റർടൈനർ അല്ലെങ്കിൽ ഒരു പെർഫോമർ എന്നുള്ള സ്പേസ് ആണ്. സ്പ്രെഡിങ് ഹാപ്പിനെസ്, മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അവരെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നും എനിക്ക് എപ്പോഴും താല്പര്യമുള്ള കാര്യം. ചിലപ്പോൾ പാട്ട് പാടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു തമാശ കഥ പറഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് യൂത്ത് ഫെസ്റ്റിവലുകൾ പോലുള്ള സമയത്ത് ആക്റ്റീവായിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ഏറ്റവും ആദ്യം സ്റ്റേജിൽ കയറുന്ന UKG-യിൽ ഒരു മലയാള കവിത ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ONV-യുടെ പാണന്റെ ദുഃഖം എന്നുള്ള കവിതയാണ്. ആക്ഷനൊക്കെ എന്ന് വെച്ചാൽ അത് UKG പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് പാണന്റെ ദുഃഖം, എന്ത് ONV, അന്ന് എടുത്താൽ പോകാത്തൊരു സാധനം എടുത്തിട്ടാണ് ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറുന്നത്. അച്ഛനും അമ്മയ്ക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു അത് പഠിപ്പിച്ച് കയറ്റാൻ. അതിനുശേഷം മലയാള റെസിറ്റേഷൻ, അതുപോലെ ലൈറ്റ് മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ യൂത്ത് ഫെസ്റ്റിവൽ ആക്റ്റീവ് ആയിരുന്നു. പിന്നീട് കോളേജിലൊക്കെ എത്തിയപ്പോൾ കൂടുതൽ ബാക്ക് സ്റ്റേജ് ആക്ടിവിറ്റീസ് ആയി. പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക, ഞാൻ ആർട്സ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക തുടങ്ങിയ ആക്ടിവിറ്റീസ്. കോളേജിലും ഷോർട്ട് ഫിലിം മേക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. അപ്പോൾ ഏതോ ഒരു സമയത്ത് എൻ്റെ പെർഫോമർ എന്നുള്ള ഞാൻ മീഡിയ ഓറിയന്റഡ് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങി. മേ ബി അങ്ങനെയായിരിക്കും. തീർച്ചയായിട്ടും. ബേസിക്കലി ഇത്രേ ഉള്ളൂ. കയ്യടി കിട്ടുന്ന സ്ഥലങ്ങൾ മാത്രം നോക്കി നടന്നപ്പോൾ മീഡിയയിൽ അതിന് അത്യാവശ്യം നല്ല സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. നമുക്കേ ഒരു കാര്യമുണ്ട്, ആക്ച്വലി എന്റെ വീട്ടിൽ ഒരാൾ മാത്രമായിട്ട് ഞാൻ ഗസ്റ്റ്. ഇത് മാഡത്തിന്റെ വീടാണോ? എന്റെ വീടാണ്. എങ്ങനെയുണ്ട് മോനെ? ഇതൊക്കെ പേളി വരച്ചാണോ? ആ വാൾസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് പാച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ? അത് ആക്ച്വലി ഇനി പെയിന്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. ചുമരൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ടല്ലോ. നന്നായിട്ടില്ലേ? ഞാൻ ഇന്ന് ശരിക്കും ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, അടിച്ചു വരാൻ സമയമില്ലായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളാണ്. അതെ, അതിനകത്താണ് എന്റെ എല്ലാ
ഐറ്റംസ് ഉള്ളത്. ഐഡിയാസ് ഒക്കെ ബോട്ടിൽ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. വെളിച്ചെണ്ണ, മണ്ണെണ്ണ, അതൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ നമുക്കൊരു ഗസ്റ്റും കൂടി ഉണ്ട്. അവര് ഓൺ ദ വേ ആയിരുന്നു. പെറ്റിന്ന് എനിക്ക് ഇപ്പം വാച്ച്മാൻ വിളിച്ച് മെസ്സേജ് ചെയ്തു. അപ്പൊ അവര് അടുത്ത ഗസ്റ്റ് ലൈക് ഷീസ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ. നല്ല കണ്ണാണ്. ആ കുട്ടിയെ കാണുമ്പോൾ തന്നെ ആദ്യം ആ കണ്ണാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുക. പിന്നെ അറിയോ കുട്ടി ആരാന്ന് അറിയോ? അല്ല, ഈ കണ്ണുള്ള കുറെ ആൾക്കാരെ ഞാൻ നോട്ട് ഔട്ട് വെച്ചതുകൊണ്ട് കണ്ണ് മാത്രം നമുക്ക് ക്ലൂ തന്നാ പിടിക്കാം. നമ്മുടെ ഗസ്റ്റ്, അടുത്ത ഗസ്റ്റ് ആക്ച്വലി ഷീസ് വർക്ക് വിത്ത് യു ഇൻ യുവർ പ്രസന്റ്. അടുത്ത് വരാൻ പോകുന്ന ഒരു അതിനെ കുറിച്ച് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നല്ല കണ്ണായിരുന്നു. അപ്പൊ അതൊരു ക്ലൂ സ്ട്രോങ് അല്ല. അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാം. കുട്ടിയുടെ പേരാണ് സരയു. സരയുവിന്റെ കണ്ണിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചു. ആ കണ്ണുകൾ. അതെ അതെ, പേളി പറയായിരുന്നു കണ്ണിൽ തന്നെ പിടിച്ചിരിക്കുകയാണ് സരയുവിനെ. സരയു, വൺസ് അഗൈൻ വെൽക്കം ടു സിനിമ കമ്പനി. ഞാനിങ്ങനെ ബോറടിച്ചിരിക്കാം. അല്ല, അങ്ങനെയല്ല, എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഭയങ്കര ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരല്ലേ? നിങ്ങളൊന്നും പറയാനില്ല. ഞങ്ങളിപ്പോ അടുത്തൊരു സിനിമ ചെയ്തു, വർഷം മമ്മൂക്ക സ്റ്റാറിംഗ് രഞ്ജിത്ത് ശങ്കർ ഫിലിം. നമുക്ക് അതിൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു? ഇല്ല, കോമ്പിനേഷൻ കാര്യമായിട്ട് നിങ്ങൾ ഒരേ സെറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നില്ല. ഒരേ സെറ്റിൽ ഒരുമിച്ചുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കോമ്പിനേഷൻ സീൻസ് ആസ് സച്ച് കുറവാണ്. ഒന്ന്, എന്റെ അതിനകത്തൊരു ചെറിയ ഗസ്റ്റ് റോൾ ആണ്, ഫ്രണ്ട്ലി അപ്പിയറൻസ് ആണ്, 2-3 സീൻസ് മാത്രം നിൽക്കുന്ന. ഇദ്ദേഹം സജീവ സാന്നിധ്യമാണ്, അങ്ങനെ പറയാം. അതെ, ഞാൻ അതിനകത്ത് എക്സ്പീരിയൻസ് അവിടെ എക്സ്പീരിയൻസ് ഒരു നല്ല സിനിമ ചെയ്തതിന്റെ സന്തോഷമുണ്ട്. അതാണ് വർഷത്തിന്റെ. ഇത്രയും കാലം ചെയ്ത സിനിമകളാണ്. അങ്ങനെയല്ല, അതിൽ ഒരു നല്ല സിനിമ കൂടെ ചെയ്തതിന്റെ സന്തോഷം. വർഷത്തിനെ പറ്റിയിട്ടുള്ള അനുഭവമാണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് പറഞ്ഞത്. നോട്ട് സിനിമ ഇൻ ജനറൽ. പിന്നെ പറഞ്ഞ പോലെ തന്നെ രഞ്ജിത്ത് സാറ് അല്ലെങ്കിൽ മമ്മൂക്ക, ആശേഷി ആ ഒരു സെറ്റിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പറഞ്ഞ പോലെ കുറച്ച് സീൻസ് ഉണ്ടായിരുന്നു, കുറച്ചധികം ദിവസങ്ങൾ സെറ്റിൽ ഉണ്ടായിരുന്നു, ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. രസമായിരുന്നു, എല്ലാം ഫണ്ണായിരുന്നു ലൊക്കേഷനിൽ. ഇത്രയും നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതെ, മമ്മൂക്കയും രഞ്ജിത്തേട്ടനും കൂടിയിട്ടാണ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ആ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള അവരുടെ രണ്ടുപേരുടെയും താല്പര്യം അത് തന്നെ ആ ക്രെഡിബിലിറ്റി കാണിക്കുന്നുണ്ട്. തീർച്ചയായും, കാരണം രണ്ടുപേരും അത്ര എക്സൈറ്റ്മെന്റോട് കൂടി നല്ലൊരു ഷോ ആണെങ്കിലല്ലേ നമ്മൾ അതിൽ പൈസ വാങ്ങിക്കുള്ളൂ, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അല്ലേ നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നു. ആ രണ്ടുപേർക്കും ഈ ഒരു സിനിമ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ കൂളായിട്ടുള്ള സെറ്റ് ആയിരുന്നു. ഗസ്റ്റ് അപ്പിയറൻസ് ഞാൻ ഷോക്കായിട്ടേ ട്രെയിലറിൽ കണ്ടപ്പോഴേ ഇങ്ങനെ ഓ വാവ്, അതെന്താ മോനെ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? ഞാൻ അതിനകത്ത് മമത മോഹൻദാസിന്റെ പേരായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് ആണ്. ഇപ്പൊ ഇതിൽ മമ്മൂക്ക ചെയ്യുന്ന വേണുവേട്ടൻ എന്ന കഥാപാത്രത്തിന് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു മോറൽ സപ്പോർട്ടായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. ബേസിക്കലി മമത മോഹൻദാസിന്റെ ക്യാരക്ടർ അതിനകത്ത് അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, ഒരു ഡോക്ടർ കം ഫാമിലി ഫ്രണ്ടാണ്. സോ മമതയുടെ പേരായിട്ടുള്ള ഞാൻ സ്വാഭാവികമായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ ചെറിയ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും അതിനൊരു വാംത്ത് ഉണ്ട്, ഒരു രസമുള്ള. എനിക്ക് തന്നെ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെ കുറച്ച് സീൻസ് ആണെങ്കിൽ പോലും അതിനൊരു വാംത്ത് ഫീൽ ചെയ്തു. സരയും ഞാനും ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് റിയൽ ലൈഫിലും വളരെയധികം ഇങ്ങനെ വാംത്തും മോറൽ സപ്പോർട്ടൊക്കെ വളരെയധികം കൊടുക്കുന്ന ഒരാളാണ് പല ആൾക്കാർക്കും. അത് സത്യമാണ്. എനിക്ക് പൊതുവെ പിള്ളേരെ ഇൻസ്പയർ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള കാര്യമാണ്. അറിയില്ല, ശരിക്കും ഫേസ്ബുക്കിൽ ഞാൻ ഷോക്ക് ടു സീ ഹിസ് പേജ്. ഓക്കെ, നമ്മുടെ പേജിലൊക്കെ മാക്സിമം ഒരു 1000 ലൈക്സ് ഉണ്ടെങ്കിലും ഇപ്പൊ ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ അതിൽ വരുന്ന ലൈക്സ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മെനി പേജ് ലൈക്സ് യു ഹാവ്. ചിലപ്പോൾ അത് നമുക്ക് പ്രൊമോഷൻ ഒക്കെ ചെയ്ത്, പക്ഷെ ഇവിടെ ലൈക്സും ചറപറ ഒരു 25,000 ക്രോസ് ചെയ്ത അവസ്ഥയാണ്. പെൺകുട്ടികളെ അതെങ്ങനെ ജി പി? അത് വേറൊരു കമ്പനിയാണ് അത് നോക്കുന്നത്. എന്റെ അടുത്ത് ചിലർ പറയും ജി പിയുടെ അടുത്ത് പഠിക്കണം, ബിക്കോസ് പേജ് മാനേജ്മെന്റ് അതൊരു ഭയങ്കര. എനിക്ക് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേജ് മാനേജ്മെന്റ് ഇഷ്ടമാണ്. എനിക്ക് ഇന്ററാക്ഷൻ വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാൻസ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരിക്കലും എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പല ആളുകളെയും പോലെ അത് മാനേജ് ചെയ്യാൻ വേറെ ആളെ വെച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പേഴ്സണലി തന്നെയാണ് അത് മാനേജ് ചെയ്യുന്നത്.
മേ ബി ഒരു 1-on-1 മെസ്സേജ് ടു മെസ്സേജ് ചാറ്റ് ഒന്നും എനിക്ക് പറ്റില്ല. പക്ഷെ എന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഫ്രം ദ ഹാർട്ട് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും. അപ്പൊ അത് മോർ ഓർ ലെസ് എന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ ഫാൻസുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റൈലിലുള്ള ഇന്ററാക്ഷൻസ് ആണ് എന്റെ അപ്ഡേറ്റ്സ്. Another thing I noticed is his photos are very natural. It's not like he's done some modeling picture. Most ആൾക്കാർ ഞാനൊക്കെ അങ്ങനെയാണ്, നമ്മൾ ഫുൾ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇടും. ബട്ട് he'll put his most ഏതാ നമ്മൾ ഒരിക്കലും പുറത്ത് കാണരുതെന്ന് പറയുന്ന പോലത്തെ ഫോട്ടോ, ഫുൾ മുഖത്ത് എന്തൊക്കെയോ വാഴ്ത്തിച്ച ഫോട്ടോ സത്യസന്ധമായിട്ട് ചെയ്തിടുന്നതിനും ഒരു പരിധിയുണ്ട്. ഇത്ര സമയം എടുത്തു ഇവിടെ വരാൻ, ഇത്രയും നേരം മേക്കപ്പ് ഒക്കെ ചെയ്ത് ആവശ്യമൊന്നുമില്ല, ഞാൻ ചാടിക്കറി ഓടി വന്നില്ലേ. കുട്ടി മേക്കപ്പ് അല്ല, കുട്ടി ട്രാഫിക്കിൽ സ്റ്റക്ക് ആയിരുന്നു. അതെ അങ്ങനെയാണല്ലോ പറയാൻ പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വന്ന ആള് അല്ലേ, തൃശ്ശൂരിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന ആള്. ബേസിക്കലി ഇത്രേ ഉള്ളൂ. എന്റെ ഫോട്ടോ അപ്ഡേറ്റ്സിന് പോലും ഞാൻ എന്റെ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പലപ്പോഴും ഫാൻസ് തന്നെ ഗിഫ്റ്റ് ആയി തരുന്ന സാധനങ്ങൾ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതിന്റെ ഒരു എലമെന്റ് ഓഫ് ഹാപ്പിനെസ്, എന്റെ എക്സൈറ്റ്മെന്റ് അതെന്റെ സുഹൃത്തുക്കളായി ഞാൻ ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. How do you keep in touch with your fans? ഫാൻസും ഞാൻ ഒരിക്കലും പറയില്ല. Your friends, ഞാൻ ഫ്രണ്ട്സിനെ പറയുള്ളൂ. അല്ലെങ്കിൽ ജനറലി സിനിമകളെ സ്നേഹിക്കുന്നവരെന്ന് ഞാൻ പറയുള്ളൂ. എന്റെ ഫാൻസ് ഞാൻ ഒരിക്കലും പറയില്ല. വിനയല്ല, അങ്ങനെ പറയില്ല. ഇപ്പൊ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ആൾക്കാരെ കഴിഞ്ഞിട്ടുള്ളവർക്ക് അങ്ങനെ ഫാൻസ് എന്ന് പറയുന്ന രീതിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ അതിൽ ജയസൂര്യയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ ഇല്ല, ഫ്രണ്ട്സ് അസോസിയേഷൻ ഉള്ളൂ. ഫ്രണ്ട്സ് അസോസിയേഷൻ എനിക്ക് അങ്ങനെ അസോസിയേഷൻ തുടങ്ങുന്നില്ല, ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് ആണ്. ഇപ്പോൾ തന്നെ ആ ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോളേജസ് പോകുമ്പോഴും അതുപോലെ ഒരു പബ്ലിക് ഗാദറിങ്ങിലൊക്കെ പോകുമ്പോൾ ആളുകളുടെ ഒരു സ്നേഹത്തിലുള്ള ഡിഫറൻസ് ഭയങ്കരമാണ്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത്. അപ്പൊ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അവരെ നമ്മുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്ന രീതികൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും നമ്മൾ അവരുടെ കൂടെ പഠിച്ചതാണെന്നോ, അല്ലെങ്കിൽ ഒരേ ക്യാമ്പസിൽ ഉണ്ടായിരുന്ന അത്രയ്ക്കും ഒരു ഇന്റിമസി, ഒരു സ്നേഹം അവരിൽ നിന്ന് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് എൻജോയ് ചെയ്യുന്നു. ചൂടേറിയ ഡിസ്കഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. സോ ബോബി ആൻഡ് മാരഡോണ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനി സീസൺ 2 ഒരു ഷോർട്ട് ബ്രേക്ക്. വാദിക്കാനോ വിധി പറയാനോ അറിയാത്ത കേസ് എന്താണ്? പിന്നെ അവർക്ക് എന്നെ നന്നായി അറിയാവുന്നത് കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനായിട്ട് അങ്ങനെ ഞാനൊരു അപകടകാരിയല്ല എന്നവർക്കറിയാം. താജ്മഹൽ നിർമ്മിച്ചതാര്? പറഞ്ഞത് കുറെ സീരിയസ് ആയിട്ടുള്ള നല്ല സിനിമകളുണ്ട്, പക്ഷെ മലയാളി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി അഭിനയിക്കുകയാണ്, ഇങ്ങനെ മന്ദോദിപ്പിൽ ആക്ട് ചെയ്യാണ്. ഈ സിനിമ ഇങ്ങനെ അവര് വരുന്നു, എന്തൊക്കെയോ മിസ്സിംഗ് ആയി പോകുന്നു, പുറത്തേക്ക് വരുന്നു, ആകെയുള്ള ഒരു ആശ്വാസം എന്താ പറയുക. അപ്പുറത്ത് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ട് വായും പൊളിച്ച് ആകെ നമുക്ക് ഈ കണ്ണ് മാത്രം അപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്തെ ഒരു സിസ്റ്റർ നോക്കി പഠിക്കുകയാണ് എന്തെങ്കിലും. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അച്ഛൻ, അമ്മ, അച്ഛൻ ഗോവിന്ദ് മേനോൻ കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജറാണ്. അമ്മ മാലതി സബ് ഡിവിഷണൽ എഞ്ചിനീയർ ആണ്. അനിയൻ ഗോവിന്ദ് അമൃത് സൂര്യ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. അതുകൊണ്ടാണ് ഞാൻ അവനെ പുറത്തിറക്കാതെ ഞാൻ ഒരിക്കലും അവന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടതിന് ശേഷം ഇനി അവന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. സത്യം നമുക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എന്തായാലും പുറത്തു വരും. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. കാരണം വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും എന്നെ പോലെ ഒരാൾക്ക് അല്ലെങ്കിൽ എന്റെ രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് നടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ UKG സ്റ്റേജിൽ കയറണമെങ്കിൽ അത് അന്നത്തെ എൻ്റെ ഒരൊറ്റ സ്വന്തം കഴിവ് വെച്ച് ചെയ്യാൻ സാധിക്കില്ല. ഇന്നും അത് സംഭവിക്കുന്നു. കാരണം ഞാൻ ഡാഡി കൂൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഫിലിം ചെയ്യുന്നത്. ഫസ്റ്റ് ഫിലിം കഴിഞ്ഞ് പിന്നെ IG വന്നു, ഡാഡി കൂൾ ചെയ്തു. ഡാഡി കൂൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഫിലിമിൽ പ്രോമിനന്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ MBA ചെയ്യാൻ വേണ്ടിയിട്ട്, അതും ഫിലിംസിൽ MBA ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് 2 years ബ്രേക്ക് സിനിമയിൽ നിന്ന് വിട്ടു നിന്ന് പോയത്. അന്നും എന്നെ സപ്പോർട്ട് ചെയ്ത ഫാമിലി തന്നെയാണ്. ഇപ്പോഴും അവർ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുന്നു. പിന്നെ അവർക്ക് എന്നെ നന്നായി അറിയാവുന്നത് കൊണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഫൈൻ. ഞാനായിട്ട് അങ്ങനെ ഞാനൊരു അപകടകാരിയല്ല എന്നവർക്കറിയാം. പക്ഷെ അത്യാവശ്യം സാഹസം കയ്യിലുണ്ടെന്ന് അവർക്കറിയാം.